ഇഷ്ടം മാത്രം ഭാഗം 8. മഹി ഓഫീസിൽ പോയിട്ടും അവൻ്റെ മുഖത്ത് കണ്ട ആ പുഞ്ചിരി മനസ്സിൽ കിടന്ന് പല്ലവിയിൽ സന്തോഷത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിച്ചു. ആ ഒരു പുഞ്ചിരി മാത്രം മതിയായിരുന്നു അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ. അവൾ വേഗം അടുക്കളയിലെത്തി. പെട്ടെന്ന് തന്നെ എല്ലാ ജോലികളും തീർത്തുകൊണ്ട് മുറിയിലെത്തി. ആദ്യ ദിവസത്തെ ക്ലാസ്സാണ്, നേരത്തെ തന്നെ എത്തണം. അവൾ വേഗം റെഡിയായി ബാഗുമെടുത്ത് പുറത്തേക്ക് കടന്നു. കൃഷ്ണൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവൾ അയാളോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. എല്ലാം കണ്ടുകൊണ്ട് ഗൗരി അവിടെ തന്നെ നിൽപ്പുണ്ട്. മാധവിയോട് മുറിയിൽ ചെന്ന് യാത്ര പറഞ്ഞപ്പോൾ തിരിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് കൃഷ്ണൻ നിന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായപ്പോഴേക്കും അവൾ കിതച്ചുപോയി. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അവൾ ബസ് വരുന്നതും കാത്തുനിന്നു. ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. ബസ് വന്നു. വൈകുന്നേരം അവൾ വന്നപ്പോഴേക്കും ഗീതവും എത്തിയിരുന്നു. അവൾ നേരെ മുറിയിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഏട്ടത്തി ക്ലാസ് എല്ലാം? ഗീത ചോദിച്ചു. ഓ, കുഴപ്പമില്ല, അവൾ പുഞ്ചിരിച്ചു. രാത്രിയിൽ അത്താഴത്തിന് പതിവ് പോലെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കാൻ പല്ലവി തീരുമാനിച്ചു. ഗീതവും അവളുടെ കൂടെ നിന്ന് സഹായിച്ചു. അത് പല്ലവിക്ക് ആശ്വാസമായി. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ മഹിയും ഗൗരിയും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. അത് പല്ലവിയിൽ അസ്വസ്ഥതയുണ്ടാക്കി. അവൾ ഗൗരിയെ നോക്കി. അവളുടെ കൈത്തണ്ട മഹിയുടെ കയ്യിൽ ചാരിയിരിക്കുന്നു. പല്ലവിക്ക് ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് തന്നെ മഹിയുടെ കയ്യിൻ്റെ മുകളിലൂടെ കറിപ്പാത്രം നീക്കിവെച്ചു. മഹി കൈയെടുത്തു മാറ്റി. ഗൗരി പല്ലവിയെ നോക്കി. അവൾ വേണമെന്ന് വെച്ച് തന്നെ ചെയ്തതാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. ഗൗരിയുടെ മനസ്സിൽ പകയുടെ കനലെരിഞ്ഞു. അവൾ കഴിച്ചെഴുന്നേൽക്കുന്നത് വരെ പല്ലവി അവിടെ തന്നെ നിന്നു. മുറിയിൽ എത്തിയതും പല്ലവി ക്ഷീണിച്ചു പോയിരുന്നു. അവൾ മഹിയെ നോക്കി. കട്ടിലിൽ അവളെയും നോക്കി കിടക്കുകയാണ്. മഹിയിൽ എന്തോ ഒരു മാറ്റം അവൾക്ക് തോന്നിയിരുന്നു. രാവിലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത് തോന്നിയതാണ്. നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? മഹി ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ മിഴിച്ചു നിന്നുപോയി. ക്ലാസ്സൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. കുഴപ്പമില്ല, മനസ്സിലാകുന്നുണ്ട്. അവൻ തന്നോടാണോ ചോദിച്ചത് എന്ന അതിശയം കൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ അലമാര തുറന്ന് നൈറ്റിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൾ നന്നായൊന്ന് കുളിച്ച് ഇറങ്ങി വന്നു. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ മഹിയുടെ അടുത്ത് വന്ന് കിടന്നു. അവൻ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. അവൾ ഞെട്ടിപ്പോയി. എന്നാൽ എന്നത്തെയും പോലെ അവൻ അവളെ ഉപദ്രവിച്ചില്ല. അവളുടെ മുഖത്തിലും കഴുത്തിലും പതിയെ തലോടി. പിന്നെ അവളുടെ കരങ്ങൾ ഗ്രഹിച്ചു. പല്ലവിക്ക് അതുവരെ അവനോട് തോന്നിയിരുന്ന ദേഷ്യമെല്ലാം അലിഞ്ഞില്ലാതെയായി. അവൾ തിരിഞ്ഞ് അവനഭിമുഖമായി കിടന്നു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകൾ കൂമ്പിപ്പോയി. അവൻ മെല്ലെ അവളുടെ അധരങ്ങളെ ചുംബിച്ചു. ഇങ്ങനെ ഒരു നിമിഷം അവൾ എന്നും ആഗ്രഹിച്ചതായിരുന്നു. എന്നാൽ എന്നും മഹി അവൻ്റെ കാമം അവളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ നിമിഷം അവളുടെ ആഗ്രഹത്തിന് ഒത്തുനീങ്ങുന്ന ഭർത്താവായി അവൻ മാറി. ഇന്നവൾ കുതറി മാറുകയോ അവനെ തട്ടിമാറ്റാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. അവൾ അവനെ സ്വമേധയാ കീഴടങ്ങിക്കൊടുത്തു. അവളുടെ ചുണ്ടുകൾ അവൻ വീണ്ടും പതിയെ കവർന്നെടുത്തു. പതിയെ ആ ചുണ്ടുകൾ നുണഞ്ഞു തുടങ്ങി. മേൽചുണ്ടിൽ നിന്നും കീഴ്ചുണ്ടിലേക്കും മാറി മാറി അവൻ ചുംബിച്ചു. അവരുടെ നാവുകൾ തമ്മിൽ കൂട്ടിമുട്ടിയത് ചുംബനത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ശരീരങ്ങൾ തമ്മിൽ കൂടുതൽ മുറുകി. പല്ലവി ആദ്യമായി തൻ്റെ ഭർത്താവിൽ നിന്നും രതിയെന്ന അനുഭവം അനുഭവിച്ചറിഞ്ഞു. അവൻ അവളുടെ കാലുകൾ എടുത്ത് തൻ്റെ കാലിന് മുകളിൽ വെച്ചു. പിന്നെ ഇരു കൈകൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ അവനെ ആസ്വദിക്കുകയായിരുന്നു. എന്നും ക്രൂരമായി തന്നോട് പെരുമാറിയിരുന്ന മഹിയെ ഇന്നവൾക്ക് മനസ്സിലായതേ ഇല്ല. അവളുടെ ദാഹം തീർന്ന ദിവസമായിരുന്നു അത്. പല്ലവിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ തളർന്നു കിടന്നുറങ്ങുന്നതും നോക്കി മങ്ങിയ വെളിച്ചത്തിൽ അവൾ ഇരുന്നു. ഈ ഒരു നിമിഷത്തിനായി താൻ എന്നും കാത്തിരിക്കുകയായിരുന്നു. അവൾ അന്ന് സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഏറെ സന്തോഷത്തോടെയാണ് പല്ലവി എഴുന്നേറ്റത്. അവൾ സന്തോഷത്തോടെ കുളിച്ച് പൂജാമുറിയിൽ കയറി മനസ്സാർത്ഥിച്ചു. കിച്ചണിലെത്തുമ്പോൾ മനസ്സ് നിറഞ്ഞ സംതൃപ്തിയായിരുന്നു. ഏട്ടത്തി, ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഗീതു വന്ന് വിളിച്ചപ്പോൾ തേങ്ങ ചിരകിക്കൊണ്ടിരുന്ന പല്ലവി തിരിഞ്ഞു നോക്കി. എന്താ അത്? അവൾ ചോദിച്ചു. ഇന്ന് മഹിയേട്ടൻ്റെ പിറന്നാളാണ്. ഗീതു പല്ലവിയെ വന്ന് ചുറ്റിപ്പിടിച്ചു. നമുക്കിന്ന് അമ്പലത്തിൽ പോയാലോ? പല്ലവി ഗീതുവിനെ നോക്കി. പോകാം എന്നവൾ ഏറ്റു.
ഒരുവിധം ജോലിയെല്ലാം ഒതുക്കി പല്ലവിയും ഗീതവും കൂടി അമ്പലത്തിലേക്ക് പോയി. മഹിയുടെ പേരിൽ പ്രത്യേക വഴിപാടെല്ലാം ചെയ്ത് പ്രസാദവും വാങ്ങി വീട്ടിലേക്ക് നടന്നു. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ മാധവി ഉമ്മർത്ത് തന്നെ ഇരിപ്പുണ്ട്. പത്രം വായിച്ചുകൊണ്ട് കസേരയിൽ കൃഷ്ണനും ഇരിക്കുന്നുണ്ടായിരുന്നു. പല്ലവിയും ഗീതവും ഉമ്മറത്തേക്ക് കയറി. മാധവി അവളെ ശ്രദ്ധിച്ചതേയില്ല. പല്ലവി പ്രസാദം അവർക്ക് നേരെ നീട്ടി. മാധവി അത് വാങ്ങിയില്ല. ഏട്ടത്തി നടന്നേ, വേഗം വേഗം റെഡിയായി വാ, നമുക്ക് പോകണ്ടേ? ഗീതു മാധവിയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. പല്ലവി കൃഷ്ണന് നേരെ പ്രസാദം നീട്ടിയപ്പോൾ അയാൾ അല്പമെടുത്ത് നെറ്റിയിൽ ഭക്തിയോടെ ചാർത്തി. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം, ഗീതുവിനോട് പറഞ്ഞുകൊണ്ട് അവൾ വേഗം മുറിയിലേക്ക് നടന്നു. ഗീതു അവൾക്ക് പുറകെ ഓടിയെത്തി. ഞാനുമുണ്ട് ഏട്ടത്തി, ഏട്ടനെ വിഷ് ചെയ്യാൻ ഞാനും വരുന്നുണ്ട്, പല്ലവിയോട് അവൾ പറഞ്ഞു. അവർ ഒരുമിച്ച് നടന്നു. രണ്ടുപേരും നിറപുഞ്ചിരിയോടെ ചാരിക്കിടക്കുന്ന കതക് തുറന്നു. അകത്തേക്ക് കയറാനൊരുങ്ങിയതും മുന്നിലെ കാഴ്ച കണ്ട് അവർ അവിടെ തറഞ്ഞു നിന്നു പോയി.